കോൺഗ്രസ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ തർക്കം നടക്കുന്നുണ്ട്. അതിൽ തർക്കം തുടരുന്ന ഒരു സീറ്റ് ചെങ്ങന്നൂരാണ്. അവിടുത്തെ തർക്കം പക്ഷേ സ്പെഷ്യലാണ്. അതെ, കുടുംബ അല്ല, അത് തർക്കം എന്ന് പറയും. ഇന്നലെയാണ് പെട്ടെന്ന് അങ്ങനെ ഒരു വാർത്തയിലേക്ക് നമ്മൾ എത്തിയത് കേട്ടോ. അതായത് ചെങ്ങന്നൂരിൽ മറിയ ഉമ്മനെ മത്സരിപ്പിക്കാനുള്ള ആലോചന UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം നടത്തുകയാണ് എന്നുള്ളതാണ്. പക്ഷേ മറിയ ഉമ്മൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു മറിയ ഉമ്മൻ മത്സരിക്കുന്നില്ല എന്നാണ്. അതെ, അതോടുകൂടി ചെങ്ങന്നൂരിൽ എബി കുര്യാക്കോസിനെയും ബാബു പ്രസാദിനെയുമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. കായംകുളത്തും ബാബു പ്രസാദിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. എന്തായാലും അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ചാണ്ടി ഉമ്മനാണ് അതിനെ ശക്തമായി എതിർത്തത്. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർ സ്ഥാനാർത്ഥികളാകാൻ പാടില്ല. അതാണ് ഉമ്മൻചാണ്ടിയുടെ നയം. അത് മാത്രമേ ഞാൻ പിന്തുടരുകയുള്ളൂ. മറിയക്ക് മത്സരിക്കാൻ നിർബന്ധമാണെങ്കിൽ ഞാൻ മറിയേക്കാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ധനസുമോദ് ചേരുകയാണ്. സുമോദ്, ഈ തർക്കം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് ഇപ്പോൾ പരിഹരിച്ചത്? പ്രമോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ നിന്നും 2 പേർ മത്സരിക്കുക എന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെ നയമല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും തനിക്ക് ഈ ഒരു നിർദ്ദേശം അംഗീകരിക്കാനാവില്ല എന്ന ശക്തമായ നിലപാടാണ് ചാണ്ടി ഉമ്മൻ സ്വീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾ മത്സരിക്കണമെങ്കിൽ നേതാക്കൾക്ക് നിർബന്ധമാണെങ്കിൽ മറിയം തന്നെ മത്സരിച്ചോട്ടെ, അത് ചെങ്ങന്നൂരിൽ മത്സരിക്കട്ടെ, പക്ഷേ പുതുപ്പള്ളിയിൽ തന്നെ മത്സരിക്കാൻ നിർബന്ധിക്കരുത് എന്നുള്ള ഒരു ശക്തമായ നിലപാട് തന്നെയാണ് ചാണ്ടി ഉമ്മൻ എടുത്തത്. ഇതോടുകൂടി തന്നെയാണ് ഇപ്പോൾ മത്സരിക്കാനില്ല എന്നുള്ള ഒരു നിലപാട് തന്നെ ഇപ്പോൾ മറിയ ഉമ്മൻ നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. നേതാക്കളായ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയ നേതാക്കന്മാർ നേരത്തെ മറിയ ഉമ്മനെ ബന്ധപ്പെട്ടിരുന്നു. അവർ ഒരു വിധത്തിൽ ഇത് മത്സരിക്കാം എന്നുള്ള ആഗ്രഹം കൂടി പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഈ ആഗ്രഹത്തിൽ നിന്നും ഇപ്പോൾ മറിയം ഉമ്മൻ പിന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ആ സ്ഥലത്തേക്ക് എബി കുര്യാക്കോസിൻ്റെയാണ് ഒന്നാമത്തെ പേര്. രണ്ടാമത്തെ പേരായിട്ട് അവിടെ നേരത്തെ എബി കുര്യാക്കോസ് തെരഞ്ഞെടുപ്പ് സമിതി ചെയർമാൻ കൂടിയായിരുന്നു. രണ്ടാമത്തെ പേരായിട്ട് DCC അധ്യക്ഷനായിട്ടുള്ള ബാബു പ്രസാദിന്റെ പേരാണ് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ കായംകുളത്ത് ഒന്നാമത്തെ പേരുകാരനായി ബാബു പ്രസാദിന്റെ പേര് പരിഗണിച്ചിട്ടുണ്ട്. സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ലിജുവിനായിരുന്നു ആദ്യം അവിടെ മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നത്. ലിജുവിനെ കായംകുളത്തേക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ഹൈക്കമാൻഡ് ആരാഞ്ഞെങ്കിൽ പോലും കായംകുളത്ത് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന നിലപാട് തന്നെയാണ് ലിജു സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഒന്നാമത്തെ പേരുകാരനായി ബാബു പ്രസാദിനെ ഇപ്പോൾ കായംകുളത്ത് പരിഗണിക്കുന്നത്. മറ്റു ചില മണ്ഡലങ്ങളിൽ കൂടി ഒറ്റ പേരായിട്ടുണ്ട്. കല്യാശ്ശേരിയിൽ രഞ്ജിത്ത് നാറാത്ത്, മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരി, തലശ്ശേരിയിൽ KP സാജു എന്നിവരാണ്. ധർമ്മടത്ത് പിണറായി വിജയനെതിരെ VP അബ്ദുൾ റഷീദാണ് മത്സരിക്കുന്നത് എന്നുള്ളൊരു വാർത്ത നമ്മൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. ഓക്കെ.